മാവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു സമ്മേളനത്തിന് മാവൂരിൻ്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുമ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് മുസ്ലിം യൂത്ത് ലീഗ് മാവൂരിലൊരു സമ്മേളനം നടത്തുന്നത്. സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ശാഖകളിൽ പതാക ഉയർത്തിക്കൊണ്ടാണ് ഈ സമ്മേളനത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചത്. സെപ്റ്റംബർ 17-ാം തീയതിയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. യൂണിറ്റ് സംഗമങ്ങൾ, പോസ്റ്റർ ഡേ, ഫാസിസത്തെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പാട്ടുവണ്ടി, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് മാവൂർ പഞ്ചായത്തിലെ മുഴുവൻ ശാഖകളിലും, പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ മുഴുവൻ ശാഖകളിലും ഷൂട്ടൗട്ട് സംഘടിപ്പിക്കുകയുണ്ടായി. ശേഷം വാഹന ജാഥയാണ് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ചത്. മാവൂർ പഞ്ചായത്തിലെ കുറ്റിക്കടവിൽ നിന്നും ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി ടി മൊയ്തീൻ കോയ സാഹിബാണ് വാഹനജാഥ ഉദ്ഘാടനം ചെയ്തത്. ശേഷം മാവൂർ പഞ്ചായത്തിലെ വിവിധ ശാഖകളിൽ, വിവിധ വാർഡുകളിൽ ജാഥ പോവുകയും സമാപനം കൽപ്പളിൽ വെച്ച് സമാപിക്കുകയും ചെയ്തു. മാവൂരിൽ വരുന്ന 26-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മാവൂർ പാറമ്പിൽ നിന്നും മാവൂർ അങ്ങാടിയിലേക്കുള്ള വമ്പിച്ച യുവജന റാലിയാണ് ഞങ്ങൾ ഇതിൻ്റെ ഹൈലൈറ്റ്. വെള്ളിയാഴ്ച കൃത്യം 4 മണിക്ക് മാവൂർ പാറമ്പിൽ നിന്നും ജാഥ ആരംഭിക്കും. ശേഷം സമാപന സമ്മേളനം മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ബഹുമാനായ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. വർത്തമാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന MSFൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് PK നവാസ് മുഖ്യപ്രഭാഷണം നടത്തും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഐതിഹാസിക സമ്മേളനം ഇത്തരം പരിപാടികളോട് കൂടി സമാപിക്കുന്നതായിട്ടാണ് ഞങ്ങൾ എന്തായിരുന്നത് കണ്ടിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നേതാക്കന്മാരെന്താക്കും സംസാരിക്കും. അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്ത് എന്ന ക്യാപ്ഷനുമായി മുസ്ലിം യൂത്ത് ലീഗ് നടത്തി വരുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായാണ് മാവൂർ പഞ്ചായത്തിലും മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം നടത്തുന്നത്. മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ മുസ്ലിം യൂത്ത് ലീഗ് മാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമാണ്. ആ യുവജന പ്രസ്ഥാനമാണ് മാവൂർ പഞ്ചായത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ് ഇതിൻ്റെ സമാപനമായി 26-ാം തീയതി വെള്ളിയാഴ്ച നടത്താൻ പോകുന്നത്. 17 മുതൽ ആരംഭിച്ച സമ്മേളനത്തിൻ്റെ വിവിധ പരിപാടികൾക്ക് സമാപ്തി കുറിച്ചുകൊണ്ടാണ് 26-ാം തീയതി വെള്ളിയാഴ്ച സമ്മേളനവും പ്രകടനവും നടക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് മാവൂർ പാറമ്പിൽ നിന്നും ആരംഭിച്ച് മാവൂരിൽ സമാപിക്കുകയാണ് പ്രകടനം. ആ പ്രകടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനവും വലിയ തോതിലാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ സാഹിബാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ചാനൽ ചർച്ചയിലും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ MSFൻ്റെ നേതാവ് PK നവാസാണ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. എല്ലാ നിലയിലും വളരെ മുന്നൊരുക്കത്തോടു കൂടിയാണ് യൂത്ത് ലീഗ് ഈ സമ്മേളനം നടത്തുന്നത്. ഈ സമ്മേളനത്തിന് മുന്നോടിയായി 17 മുതൽ ആരംഭിച്ച വിവിധ പരിപാടികൾ, അതിൽ പ്രധാനമായിട്ടുള്ളത് ശാഖാതലങ്ങളിൽ ഇതിൻ്റെ പാർട്ടി സംഗമങ്ങൾ ശാഖാതലങ്ങളിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം വലിയ ഒരു പ്രചരണ ജാഥ, ജീപ്പ് ജാഥ ഞങ്ങൾ നടത്തി എല്ലാ മേഖലയിലും ഇതിൻ്റെ സന്ദേശങ്ങൾ ഞങ്ങൾ എത്തിച്ചു. അതിൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ടാണ് 26-ന് വെള്ളിയാഴ്ച യുവജനതയുടെ ശക്തമായ പ്രകടനം നടത്താൻ പോകുന്നത്. 1000-ഓളം പേർ പങ്കെടുക്കുന്ന ഒരു ശക്തമായ പ്രകടനമാണ് മാവൂരിൽ മുസ്ലിം യൂത്ത് ലീഗ് കാഴ്ചവെക്കാൻ പോകുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി മാവൂർ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് കമ്പോലി മത്സരം നടത്തപ്പെടുകയുണ്ടായി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. പഞ്ചായത്തിലെ ശാഖയിലെ വിവിധ ടീമുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് മത്സരബുദ്ധിയോടെ തന്നെ കമ്പോലി മത്സരം നടത്തി. നല്ല ജനപങ്കാളിത്തം പുറത്തുണ്ടായിരുന്നു. പാറമ്പിൽ നിന്ന് മാവൂരിലേക്കാണ് ഏകദേശം 500-ൽ പരം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മാവൂരിലെ പ്രവർത്തകർ ഒരുമിച്ച് നിന്നുകൊണ്ട് മാവൂരിലേക്ക് പ്രകടനമായി മാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കുകയാണ്. ഈ റാലിയിൽ മുന്നിൽ ബാൻഡ് ഉണ്ടാകും.
അതോടൊപ്പം നമ്മുടെ ഗസയിലെ അതിക്രമങ്ങൾക്കെതിരെ ഒരു ടാബ്ലോ ഉണ്ട്. അതോടൊപ്പം നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പോലീസ് അതിക്രമങ്ങൾ, ആ പോലീസ് അതിക്രമം ടാബ്ലോ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇനം ഉണ്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ കലാരൂപങ്ങൾ ഞങ്ങൾ ഈ റാലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ശാഖാതലം മുതൽ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും അതിൻ്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ തന്നെ മുഴുവൻ ശാഖാ കമ്മിറ്റികളും നിലവിൽ വരികയും പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിക്കൊണ്ട് എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും ഈ ഒക്ടോബർ ആദ്യവാരത്തോടുകൂടി പഞ്ചായത്ത് തലങ്ങളിൽ സമ്മേളനത്തോടുകൂടി കമ്മിറ്റികൾ വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മാവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ സമ്മേളനം പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അത് കഴിയുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുവാക്കളെ കൂടി സജ്ജമാക്കുക, അതോടൊപ്പം തന്നെ പുതിയ ഈ കാലത്ത് ലഹരി അടക്കമുള്ള ഒട്ടേറെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ അനീതി അടക്കമുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ എതിരായി യുവതയുടെ ഒരു തിരുത്ത് എന്നുള്ള രീതിയിൽ ഒരു യുവതയുടെ പ്രതിരോധം തീർക്കുന്ന ഒരു യുവ നിരയെ സജ്ജമാക്കുക എന്നതുകൂടി ഈ സമ്മേളനങ്ങളിലും മെമ്പർഷിപ്പ് ക്യാമ്പയിലും പുതിയ കമ്മിറ്റികൾ വരുന്നതിലൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്ന വെള്ളിയാഴ്ച മാവൂരിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം യൂത്ത് ലീഗ് ആണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു യുവജന റാലിയും പൊതുസമ്മേളനവുമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരുടെയും പിന്തുണയും സഹായവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കാം. ഇതിനോടകം തന്നെ നമ്മുടെ പഞ്ചായത്തിലും ജില്ലയിലും വാർത്തയായി കഴിഞ്ഞു. വ്യത്യസ്ത പരിപാടികളാണ് യൂത്ത് ലീഗ് ആസൂത്രണം ചെയ്തത്. ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്നൊരു മുദ്രാവാക്യമാണ് അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്ത്. എല്ലാത്തരം അനീതികളോടും എല്ലാത്തരം അനീതികളോടും തിരുത്തി നിൽക്കുന്ന ഒരു യുവത മാവൂരിലുണ്ട് എന്ന് പൊതുസമൂഹത്തോട് പറയുന്ന പ്രത്യാശയുടെ ഒരു സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൻ്റെ മാവൂർ പഞ്ചായത്തിലെ യൂത്ത് ലീഗിൻ്റെ കരുത്ത് തെളിയിച്ചുകൊണ്ട് 26 നടക്കുന്ന ബഹുജന റാലിയും സമ്മേളനവും മാവൂരിലെ ഒരു പുതിയ ചരിത്രമായിരിക്കും. എല്ലാ ആളുകളെയും ഞങ്ങൾ ആ സമ്മേളനത്തിലേക്ക്, പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്.